ഇതിത്തിരി കൂടിപ്പോയി സീതേ. അല്പം കൂടിപ്പോയി. അമ്മ കുഞ്ഞിന്റെ പേരിടൽ ചടങ്ങിന് കുട്ടിമണിയെ വിളിച്ച കാരണത്താൽ ബാലൻ ഒറ്റപ്പെടുന്നു. പണം വാങ്ങാൻ വയലോരം വീട്ടിലെത്തുന്ന ഇന്ദുവിന്റെ മുത്തച്ഛന് മയിൽ പണം നൽകുന്നു. സീതയെ തിരികെ വിളിച്ചുകൊണ്ടുവരണമെന്ന് ശകുന്തള വനജയോട് പറയുന്നു. പ്രശ്നം പരിഹരിക്കാൻ കാവടിയും മയിലും സീതയുടെ വീട്ടിലെത്തുന്നു. തുടർന്ന് കാണുക. അപ്പൊ നിന്റെ വാലണ്ണനോട് പറഞ്ഞാ മതി, സീതയും കൊച്ചിനെയും ഞങ്ങൾ ഏറ്റവും അടുത്ത ദിവസം ഇങ്ങോട്ട് കൊണ്ടുവരുമോ. അപ്പൊ നിന്റെ വാലണ്ണൻ വന്ന് ഗേറ്റിന് പുറത്ത് നിൽക്കും, കുഞ്ഞിന്റെ ചടങ്ങ് കാണാനായിട്ട്. കേട്ടോ? പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞങ്ങളെ ആശ്വസിപ്പിക്കാനായി ബാലന്റെ അപ്പച്ചപ്പൻ ഇവിടെ നിൽക്കണമെന്നില്ല. എന്നാലും ഞാൻ പറയുന്നു, വാ പോലാം. നമ്മുടെ മര്യാദയ്ക്ക് നമ്മൾ ഇവിടെ വന്നു. മര്യാദ ഇല്ലാത്തവരോട് പേസ വേണ്ട. ഓ, അവളൊരു മര്യാദക്കാരി. മര്യാദ പഠിച്ച് പാസ്സായിട്ട് ഇറങ്ങിയിരിക്കുമല്ലേ? പഠിച്ചിട്ടുണ്ട്, പാസ്സായിട്ടുമുണ്ട്. മര്യാദയോ അറിയാം. പിന്നെ നിന്നെ പോലെ 10ാം ക്ലാസ് 3 കൊല്ലം എഴുതി പേന കുത്തി ഉടച്ചു കളഞ്ഞ ആളല്ലാട്ടോ ഞാൻ. പിന്നെ ഇത് നിന്റെ ബന്ധുവീട്. ഞാൻ ഇവിടേക്ക് വന്ന ഒരാള്. ഒരു പ്രശ്നം ഉണ്ടാക്കാനല്ല ഞാനിവിടെ വന്നത്, ഒരു പ്രശ്നം പറഞ്ഞു തീർക്കാനാണ്. അതുകൊണ്ട് നിന്നോട് മറുപടി പറയുന്നു. നിന്നെ പോലെ അന്തസ്സില്ലാത്തവരോട് എനിക്ക് സംസാരിക്കേണ്ട കാര്യമില്ല. അന്തസ്, മര്യാദ, അരുന്ധതിക്ക് അത് വളരെ നന്നായിട്ടുണ്ട്. ഭർത്താവിനോട് പിണങ്ങി ബന്ധുവീട്ടി വന്ന് അവർക്കൊരു ഭാരമാവാതെ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കണം. എന്നിട്ട് മതി മറ്റുള്ളവരെ മര്യാദ പഠിപ്പിക്കുന്നത്. എന്റെ കൊച്ചിനെ കുറിച്ച് തോന്നിയാസം പറഞ്ഞാൽ ചൂലെടുത്ത് ഞാൻ അടിക്കും. ഒന്നും മിണ്ടാതിരിക്കുന്ന നാത്തൂനെ, അവര് പൊയ്ക്കോട്ടെ. അമ്മ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ബാലണ്ണനും സീതക്കാക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർ തന്നെ തീർക്കട്ടെ. ബന്ധുക്കളുടെ മത്സരത്തിൽപ്പെട്ട് അവരകലാൻ ഇടവരരുത്. അച്ഛനും അമ്മയും ഇല്ലാതെ ആ കുഞ്ഞ് വളരരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. പെരീപ്പ പോലാ. ആ പെണ്ണ് വണ്ടി എടുത്തോണ്ട് അങ്ങോട്ട് പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അങ്ങേരെയും കൂട്ടിക്കൊണ്ട്. ഓ, എന്താ അപ്പച്ചിയമ്മേ? ഒന്നുമില്ല. നീ എവിടെ പോണ്? ഞാൻ കടയിലേക്ക് താക്കോൽ അജിയുടെ കൊടുക്കണം. അല്ല, മയിലമ്മ എവിടെ പോയത് അപ്പച്ചിയമ്മയെ കൂട്ടാതെ? അതാ ഞാൻ പറഞ്ഞോണ്ടിരുന്നത്. പെണ്ണ് നിന്റെ ഭാര്യ വീട്ടിൽ പോയതാ. സീതയുടെ വീട്ടിലേക്ക്? എന്തിനാ? അവരിവിടുന്ന് പിണങ്ങിപ്പോയില്ലേ? അവള് വണ്ടി എടുത്തോണ്ട് അമ്പലക്കവലയിൽ ചെന്ന് പെരിയപ്പായെയും കൂട്ടി അങ്ങോട്ട് പോയതാ. പെണ്ണിന് വലിയ സങ്കടമായി. നല്ലൊരു ചടങ്ങ് നടന്ന ദിവസം എല്ലാരും കൂടെ പിണങ്ങിപ്പോയത്. ഛേ, അതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലായിരുന്നു. എടാ, എന്തെങ്കിലും ചെറിയ ചെറിയ കരടുകളാണെങ്കിൽ ആരെങ്കിലും ചെന്ന് അത് ഊതിക്കളയട്ടടാ. അല്ലാതെ എന്തിനാ ഇത്ര ചെറിയ കാര്യങ്ങൾ വലുതാക്കുന്നത്? എന്നിട്ട് അപ്പച്ചിയമ്മ എന്തേ പോകാത്തത്? ഓ, ഞാൻ പോയാൽ ശരിയാവത്തില്ല. എനിക്ക് അവിടുത്തെ അങ്ങേരുടെ സംസാരം കേട്ടാ പിടിക്കത്തില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ അങ്ങ് വിളിച്ചു പറയും. അപ്പൊ പിന്നെ വഴക്ക് വീണ്ടും വലുതാവും. അവസാനം പറഞ്ഞു വരുമ്പം നമ്മളൊക്കെ മോശക്കാരും കുറ്റക്കാരും ആവുകയും ചെയ്യും. നിന്റെ അപ്പച്ചിയപ്പനാവുമ്പം കുഴപ്പമില്ല, നല്ല തഞ്ചത്തിലൊക്കെ സംസാരിച്ചോളൂ. പിന്നെ ആണുങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതല്ലേ നല്ലത്. എന്ത് സംസാരിക്കാൻ ഇപ്പൊ പോയത്? ഇവിടെ നൂണ് പോലും കഴിക്കാതെ ഇറങ്ങിപ്പോയതല്ലേ. ഒന്ന് അതുവരെ പോകാമെന്ന് പറഞ്ഞു. അത് നല്ലതാ. അല്ല, എന്നെ വിളിച്ചതാ. ഞാൻ ചെല്ലുന്നില്ല എന്ന് പറഞ്ഞു. ദാ വന്നല്ലോ, പെട്ടെന്ന് ഇങ്ങ് വന്നു. സീതയുടെ വീട്ടിൽ പോയോ? പോയി ബാലണ്ണ. എന്നിട്ട് എന്തുവാ? അവരമ്പിനും വില്ലിനും അടുക്കുന്നില്ല. അത്രയ്ക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നോടാ ഇവിടെ? ഇവിടെ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കുട്ടിമണിയെ ചടങ്ങിൽ പങ്കെടുപ്പിക്കരുതെന്ന് പറഞ്ഞു. അത് നമുക്ക് ചെയ്യാൻ പറ്റുമോ? കുട്ടിമണിയെ ഞാൻ വിളിച്ച് അവളുടെ മടിയിൽ കുഞ്ഞിനെ ഇരുത്തി കുഞ്ഞുമണി എന്ന പേര് വിട്ടു. ഇതിൽ ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം എന്താ? സത്യത്തിൽ ഒരു പ്രശ്നമില്ല ബാലണ്ണ. പക്ഷേ അവർക്ക് അവരുടേതായൊരു കടുംപിടുത്തം. അവര് കുഞ്ഞിന്റെ പേരിടൽ ഒന്നുകൂടെ നടത്തുന്നാ പറയുന്നത്. ഏത് കുഞ്ഞിന്റെ പേരിടൽ ചടങ്ങ്? എന്റെ കുഞ്ഞിന്റെയോ? എവിടെ വെച്ച്? അതൊക്കെ അന്നേരത്തെ ആവേശത്തിന് പറഞ്ഞു പോയതാടാ. നീ അതൊന്നും കാര്യമാക്കണ്ട. കുഞ്ഞിനെ സീതക്കാവി എവിടുന്ന് കൊണ്ടുപോയി അവിടെ വെച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട പേരിടുന്നു. നടന്നത് തന്നെ. അതിനായിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് കയറിയാ തലയടിച്ച് കീറി ഞാൻ. അവർക്കറിയത്തില്ല എന്റെ സ്വഭാവം.
നീ തലയടിച്ച് കീറാനൊന്നും നിൽക്കണ്ട. കടയിൽ പോകാൻ ഇറങ്ങിയതല്ലേ, പോവാൻ നോക്ക്. മൈലമ്മേ, എന്റെ അനിയത്തിയുടെ സ്ഥാനത്ത് നിന്നാ നീ ഇതെല്ലാം ചെയ്യുന്നതെന്ന് എനിക്കറിയാം. എങ്കിലും ആരുടെ മുമ്പിലും നാണം കെടാനൊന്നും പോകണ്ട. നീ അവരപമാനിച്ചായിരിക്കും വിട്ടത്. ഏയ്, അവര് നല്ല സ്നേഹത്തിലെ സംസാരിച്ചത്. പിന്നെ എനിക്കറിയാൻ വയ്യാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ അവര്. അപ്പച്ചി അപ്പനോടും അപ്പച്ചി അമ്മയോടും ഒരു കാര്യം പറയുക, ഇനി ആരും അങ്ങോട്ട് മധ്യസ്ഥ ചർച്ചയ്ക്ക് പോകണ്ട. ആ ഇനി പോയിട്ടും കാര്യമില്ല, അവരത്രയ്ക്ക് ഉടക്കില്ല. ബാലൻ ഇറങ്ങുവാ, നമുക്കും പോയാലോ? പോയേക്കാം. ഓ, നിങ്ങൾക്ക് കമ്മിറ്റി കാണുമല്ലോ ആ തറയില്. ചൊറിയാൻ വരില്ലേ? ഒന്നാമത് ഞാൻ ദേഷ്യം പിടിച്ച് നിൽക്കുക. അയ്യോ കടവുളെ, അമ്മ, പെരീപ്പ, ഇനി നിങ്ങൾ തമ്മിൽ വഴക്ക് വേണ്ട. വന്ന് വണ്ടി കയറ്. ബാലണ്ണ, ഞങ്ങൾ ഇറങ്ങുവാ. സീതക്കായോട് ഞങ്ങൾ അവിടെ പോയിന്ന് പറയണ്ട. അത് ചിലപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഞാനൊന്നും പറയാൻ പോകുന്നില്ല മോളെ, നിങ്ങൾ പോകാൻ നോക്ക്. ഇതെന്താ ചന്ദ്രേട്ടൻ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? കാര്യങ്ങളൊക്കെ ഇതുവരെ എത്തിച്ചിട്ട് തിരിച്ചു പോവാന്ന് പറഞ്ഞ, എല്ലാത്തിനും മുമ്പിൽ നിന്നിട്ട് ഇപ്പൊ പിന്നോട്ട് മാറുകയെന്ന് പറഞ്ഞ. ഞാൻ പിന്നോട്ട് മാറുമൊന്നുമല്ല, കാര്യങ്ങൾ കുറച്ചുകൂടെ വിജിലന്റ് ആക്കണമെന്ന് എന്നോട് പറഞ്ഞതാ. ചന്ദ്രവേട്ടന് കുഞ്ഞുനാള് മുതലേ എന്റെ സ്വഭാവം അറിയാലോ. ചന്ദ്രവേട്ടനേക്കാൾ വലിയ സൈക്കിക്കാ ഞാൻ. തോറ്റെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞ ആരെയും ഞാൻ വെറുതെ വിടത്തില്ല. എന്റെ കയ്യില് ഒരു രഹസ്യത്തിന്റെ ബോംബുണ്ടെന്ന് രവിയേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ബോംബ് പൊട്ടിച്ച് ഒരു ചാവേറിനെ പോലെ ഞാനും കൂടി അങ്ങ് തീരും. അതിനെനിക്ക് മടിയില്ല. എന്തായാലും ഉപദേശിക്കാനായി ചന്ദ്രവേട്ടൻ എന്നെ വിളിക്കണ്ട. കൊല്ലാനാണെങ്കിലും ചാവാനാണെങ്കിലും കൂടെ നിൽക്കാമെങ്കിൽ മാത്രം വിളിച്ചാ മതി. എന്താ ചാവർ പോരാളിയായിട്ട് പോകുന്നു പറയുന്നത് കേട്ടു. എവിടേക്കാ? നിങ്ങളുടെ ഈ വൃത്തികെട്ട സ്വഭാവം എന്ത് പറഞ്ഞാലും മാറ്റത്തില്ല അല്ലേ? പിന്നിൽ ഒളിഞ്ഞു വന്ന് രഹസ്യം പിടിക്കുന്ന പരിപാടി. ഞാനേ ഒരു രഹസ്യം പിടിക്കാൻ വന്നില്ല. എന്റെ ഭാര്യ എവിടെയാണെന്ന് നോക്കി. അപ്പോ ഈ വീട്ടിലെ സ്ഥലം ഇല്ലാത്തതുപോലെ വീടിന്റെ പുറകിൽ വന്ന് രഹസ്യമായിട്ട് സംസാരിക്കുന്നു. നിനക്കിങ്ങനെ ഒളിച്ചും പത്തും സംസാരിക്കേണ്ട കാര്യം എന്താ? നിനക്ക് വീട്ടിനകത്തിരുന്ന് സംസാരിച്ചൂടെ? അപ്പോ വീട്ടിനുള്ളിലിരുന്ന് പറയാൻ പറ്റാത്ത രഹസ്യങ്ങളാണ് നിനക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് നീ ഇവിടെ വന്ന് പതുങ്ങി നിന്ന് സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിന്നടി. മനുഷ്യ അങ്ങോട്ട്. നീ എനിക്ക് മുഖം തരാതെ എങ്ങോട്ടാടി ധൃതി പിടിച്ച് കയറി പോകുന്നത്? മുറിക്കകത്ത് കയറി അടച്ചിരിക്കാനല്ലേ? അതിനു മുമ്പ് നീ എന്റെ ചോദ്യത്തിന് ഉത്തരം പറ. എന്ത് ചോദ്യം? എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? അല്ല, നീ കഴിഞ്ഞ ദിവസം ഒരു കാര്യം എന്നോട് പറഞ്ഞായിരുന്നല്ലോ. നിന്റെ കയ്യിൽ എന്തോ വലിയ ബോംബുണ്ടെന്ന്. വയലോരം വീടിനെ ചിന്നി ചിതറിപ്പിക്കാൻ ശേഷിയുള്ള എന്തോ ഒരു ബോംബുണ്ടെന്ന്. എന്താണത്? പറ. നിന്റെ ചന്ദ്രു എന്ന് പറയുന്ന ക്രിമിനൽ ബാംഗ്ലൂരിൽ നിന്ന് വന്ന ശേഷം അവനും നീയും കൂടെ നടത്തിയ യാത്രകളും കൂടിയാലോചനകളും ഒക്കെ എനിക്കറിയാം. അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയോ നീ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നും എനിക്കറിയാം. അതെന്താണെന്ന് എനിക്കറിയേണ്ടത്. ആരുടെ ജീവന്റെ മേലാണ് നീയൊക്കെ ആയുധം വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയണം. അത് പറയും, ഒരു ദിവസം ഞാനത് പറയും. പക്ഷെ തൽക്കാലം അത് പുറത്ത് പറയാനോ മറ്റുള്ളവരെ അറിയാനോ ഉള്ള സമയം ആയിട്ടില്ല. ഇല്ലെങ്കിൽ നിന്റെ കൈ ഞാൻ ഒടിച്ചെടുക്കും. നിങ്ങൾ ഒടിക്കും. എന്റെ കൈ ഒടിച്ചിട്ട് നിങ്ങൾ രണ്ട് കാലിൽ നടക്കൂ. എന്റെ ഭർത്താവാണെന്നുള്ള പരിഗണന ഒന്നും കിട്ടത്തില്ല. ഞാൻ തന്നെ കൊടുക്കും കൊട്ടേഷൻ, കൈയും കാലും വെട്ടിയെടുത്ത് കളയാനായിട്ട്. നീയേ അതും ചെയ്യും, അതിന്റെ അപ്പുറവും ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ കുടുംബം നശിപ്പിക്കാൻ നീ ഒരു ചാവേറാകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവരെ രക്ഷിക്കാനും അവരുടെ സ്വസ്ഥതയ്ക്കും വേണ്ടി ഞാനും ഒരു ചാവേറാകാൻ തീരുമാനിച്ചു. നിന്നെയും കൊണ്ടേ ഞാനങ്ങ് പോവും. രവിയേട്ടാ, നിങ്ങക്ക് ഒരു ചാൻസ് ഉണ്ടിപ്പോ. ഒന്നുകിൽ നിങ്ങക്ക് ഞാൻ പറയുന്നത് കേട്ട് പണ്ടത്തെ പോലെ എന്റെ കൂടെ നിൽക്കാം. കാരണം എനിക്ക് തോൽക്കാൻ വയ്യ. സ്വന്തം ഭാര്യ തോൽക്കരുത് എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ നിൽക്കും. എന്റെ ഭാഗത്ത് നിന്ന് എന്ത് തെറ്റുണ്ടെങ്കിലും കുറ്റമുണ്ടെങ്കിലും എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടെങ്കിലും അതെല്ലാം നിങ്ങൾ മൂടി വെക്കണം. കാരണം നിങ്ങളുടെ ഭാര്യയുടെ അഭിമാനം സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. നിങ്ങളുടെ ഭാര്യ ജയിച്ചു നിൽക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. കുറെ കാലമേ ഞാൻ അങ്ങനെ നടന്നില്ലേടി. ഇനി അങ്ങനെ വേണം. ആദ്യമേ
നീ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്ന രഹസ്യം എന്താണെന്ന് പറ. അത് കഴിഞ്ഞ് തീരുമാനിക്കാം ഞാൻ നിന്റെ കൂടെ നിൽക്കണോ വേണ്ടോ എന്ന്. ഞാനത് പറയാം. അതറിഞ്ഞു കഴിഞ്ഞാ നിങ്ങള് എന്റെ ഒപ്പം നിൽക്കും. ഇല്ലെങ്കിലേ ഈ കുടുംബം കഴുത്തറ്റം കണ്ണീരിലും മുങ്ങും. അതുകൊണ്ട് ശാന്തമായിട്ടൊന്ന് ആലോചിക്കും. മതികലയുടെ കൂടെ നിന്ന രവിചന്ദ്രന് ഗുണങ്ങളേ ഉള്ളൂ. അല്ലാതെ നമ്മൾ തമ്മിലടിച്ച് തല തല്ലിക്കീറയും ഇരുവഴി പിരിഞ്ഞ് ചാവുകയൊന്നും വേണ്ട. എനിക്ക് ജയിക്കണം, അതാണ് എനിക്ക് പ്രധാനം. അതിന് നിങ്ങൾ എന്റെ കൂടെ നിന്ന എനിക്കും നിങ്ങൾക്കും നല്ലത്. പിന്നെ എന്റെ കയ്യിലൊരു രഹസ്യം ഉണ്ടെന്ന് പറഞ്ഞത് വെറുതെ അല്ല രവിയേട്ടാ. ഞാനത് പൊട്ടിക്കേണ്ട സമയത്ത് പൊട്ടിക്കും. കേൾക്കുമ്പോഴും നിങ്ങൾ എന്റെ കൂടെ നിന്നോണം. നിങ്ങൾ നിൽക്കും. പോലീസ് അല്ല, ഞാൻ പോലീസിനെ കണ്ട് പേടിച്ചിട്ട് എന്നാ? പോലീസ് ഞാനിപ്പോ പങ്കെടു കൂട്ടല്ലേ. ഓ, എനിക്കിപ്പോ പേടിയൊന്നുമില്ല. ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ആ മനുഷ്യ, പോലീസാ മനുഷ്യ, ഒന്നും പേടിച്ചണ്ട. ഞാനല്ലേ നിൽക്കുന്നേ. ആ എല്ലാരും ഉണ്ടോടാ മനസ്സിലായി ഇവിടെ? ബാലേട്ടൻ കടയിലേക്ക് പോയി സാറേ. ബാക്കിയെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. നിന്റെ കുഞ്ഞളീനും ഭാര്യ എന്തേ? ഇവിടെ ഉണ്ട് സാറേ. എന്താ സാറേ, എന്താ പ്രശ്നം? ഒന്നുമില്ല. ഈ വയലോരം വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോയില്ലെങ്കിൽ ഒരു രസമില്ല. മുംതാസ് ബീഗം, നമുക്ക് ഈ വീടിന്റെ വിസ്തീർണവും വീതിയൊക്കെ ഒന്ന് അളന്നാലോ? യെസ് സർ. സാറേ, എന്താ പ്രശ്നം? പുതിയ പ്രശ്നമൊന്നുമില്ലടാ, പഴയ കേസ് തന്നെയാ. നിന്റെ അമ്മായിയമ്മ മരിച്ച കേസ്. ആ മുറി ഒന്നുകൂടെ നോക്കണം. കുട്ടിമണി, ഹാപ്പി അല്ലേ? സുഖമാണല്ലോ? ഫുഡ് കഴിച്ചോ? ആ, അന്ന് ശാരദാമ്മ മരിച്ച ദിവസം കുട്ടിമണിയുടെ മുറിയിലല്ലേ അമ്മ കിടക്കാമെന്ന്? എന്റെ മുറിയിലോട്ടാ അമ്മ വന്നേ. ഞാന് ചില ചോദ്യങ്ങൾ കുട്ടിമണിയോട് ചോദിക്കും. കുട്ടിമണി അത് ഓർത്തോർത്ത് ഉത്തരങ്ങൾ പറയണം കേട്ടോ. ഞാൻ ഓർത്തോത്തങ്ങ് പറയാം. അന്ന് വൈകിട്ട് കുട്ടിമണിയും അമ്മയും കൂടി പുറത്തു പോയിരുന്നു. പുറത്തു പോയോ? നിങ്ങൾ പുറത്തു പോയായിരുന്നോ? ഫസ്റ്റ് ഇപ്പൊ ഞാനാണോ പോലീസ് അതോ നീയാണോ പോലീസ്? എനിക്ക് പോലീസ് ആവാനൊക്കെ ഇഷ്ടവാ. ടോപ്പി തന്നെ പോലീസ് ആവാ. സാറ് ചോദിക്കുന്നതിന് ഓർമ്മിച്ചുത്തരം പറ. അന്ന് വൈകിട്ട് നിങ്ങൾ അമ്പലത്തിൽ പോയെന്നല്ലേ പറഞ്ഞത്? മനസ്സിലോ, നീയേ ഇടയ്ക്ക് കയറി പറയണ്ട. കുട്ടിമണി ആലോചിച്ചു പറഞ്ഞോളൂ. ഞങ്ങൾ അമ്പലത്തിൽ പോയി. പോയി പോയി. അന്ന് അമ്പലത്തിൽ പോവാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം ഉണ്ടായിരുന്നോ? അതെ, അതെന്താന്നറിയാവോ? പിന്നെ എന്റെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞുമണി ഉണ്ടായിരുന്നല്ലോ, അന്നുണ്ടായിരുന്ന കുഞ്ഞുമണി. ആ കുഞ്ഞുമണി വേണ്ടാന്ന് അമ്മ പറഞ്ഞു. കുഞ്ഞുമണി വന്നാലേ നമുക്ക് ഭയങ്കര ദോഷമാണെന്ന് അമ്മ പറഞ്ഞു. അതുകൊണ്ട് കുഞ്ഞുമണി വേണ്ടാന്ന് അമ്മ പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നോടാ? ഓ സാറേ, ജോത്സ്യന്മാർ നോക്കിയിട്ട് പറഞ്ഞായിരുന്നു കുഞ്ഞുണ്ടായ കുട്ടിമണിയുടെ ജീവൻ ആപത്താണെന്ന്. നാണമില്ലടാ നിനക്കൊക്കെ. ജോത്സ്യം അവൻ്റെ ഒരു ജ്യോതിഷോ. ജോത്സ്യനോടെ തീരുമാനിക്കും വീട്ടിൽ കുട്ടി ജനിക്കണോ വേണ്ടേന്ന്. ആരാടാ അത് പറഞ്ഞ? അവൻ്റെ പേരും അഡ്രസ്സും എടുക്ക്. കവടി ചേർന്ന് അവൻ്റെ കൈ കാണത്തില്ല, ചവിട്ടി ഓടിക്കും ഞാൻ. സാറേ, അമ്മയൊക്കെ പഴയ ആൾക്കാരല്ലേ സാറേ. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ അമ്മയ്ക്ക് വിശ്വാസമായി. പിന്നെ അത് ടെൻഷനായി. അങ്ങനെയാണ് കുട്ടിമണിയും അമ്മയും തമ്മിൽ വഴക്കുണ്ടാവുന്നത്. ഭയങ്കര വഴക്കായിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ കൈത്തിന് ഒരു നെക്കും വെച്ചു. എന്നിട്ട് പിന്നെ എനിക്ക് സങ്കടം വന്നു. അപ്പൊ അമ്മ വന്നു പറഞ്ഞു കുഞ്ഞുമണി വന്നോട്ടെ, അമ്മ ചോര് കുഴപ്പമില്ലാന്ന്.
കുഞ്ഞുമണിയുടെ മുത്തശ്ശിച്ച് കുഞ്ഞുമണിയെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും കൂടി അമ്പലത്തിൽ പോയി പായസമൊക്കെ തിന്നു. നിറയെ പായസം തിന്നു. നല്ല പായസമായിരുന്നു. ശരവണ പായസം. ശരവണ പായസം അല്ല, അരവണ പായസം. അത് തന്നെ അരണ പായസം. പിന്നെ പിന്നെ തിരിച്ചു വന്നിട്ട് ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നങ്ങുറങ്ങി. അങ്ങനെ ഉറങ്ങി കിടന്നപ്പോഴാണ് ഞാനൊരു ശബ്ദം കേട്ട് ഉണർന്നേ. എന്ത് ശബ്ദം? എന്തായി, നോക്കിയോ? നോക്കി സർ. അകത്തു നിന്ന് ആരെങ്കിലും കൊളുത്തെടുത്ത് കൊടുക്കാതെ അകത്ത് കയറാനാവില്ല. അകത്തു നിന്നാണ് എന്റെ സ്കെച്ചിങ് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. സാരമില്ല, ആരാണ് കളം വരച്ചെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. ആ, കുട്ടിമണി പറയും. എന്തോ ഞാനങ്ങ് മറന്നുപോയി. ആണോ? സാരമില്ല, ഞാൻ ഓർമ്മിപ്പിച്ചേ. കുട്ടിമണി അന്ന് രാത്രി എന്തോ കണ്ടു. അതെന്താണ്? അല്ല, ഉറക്കത്തു നിന്ന് ശബ്ദം കേട്ടുണ്ടെന്നിട്ട് പിന്നെന്താ? അന്നേ അന്ന് ഞങ്ങള് അമ്പലത്തിൽ പോയി പായസമൊക്കെ തിന്നിട്ടേ. പായസം നിന്ന കാര്യമൊക്കെ പറഞ്ഞു. നീ അരവണ പായസം കഴിച്ചു, പിന്നെ ഭക്ഷണം കഴിച്ചു, അതിനുശേഷം അത് ഈ ഭക്ഷണം കഴിച്ച കാര്യം മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ. അത് മാത്രം ഓർമ്മിച്ചാ പോരാ, വേറെയും കാര്യങ്ങൾ ഓർമ്മിക്കണ്ടേ? പറ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനൊന്ന് ആലോചിച്ചേ. പക്ഷെങ്കിൽ ആലോചിക്കും പിന്നെ വായിക്ക് പറയല്ലോ. ഇല്ല, നന്നായി ഓർമ്മിച്ചിട്ട് പറഞ്ഞാ മതി. എന്നിട്ടേ അമ്മ എന്റെ അടുത്ത് വന്നേ. അപ്പൊ പറഞ്ഞു അമ്മയും മോളും കൂടി പെനക്കോ വയക്കോ ഒന്നുമില്ല, അമ്മ എന്റെ കൂടെ കിടന്നോളാന്ന് പറഞ്ഞു. ശരി, കിടന്നോളാന്ന് പറഞ്ഞു. എന്നിട്ട് ഉറങ്ങി. അങ്ങനെ ഉറങ്ങി വന്നപ്പോ ഒരു ശബ്ദം കേട്ടു. ശബ്ദം കേട്ട് ഉണർന്നപ്പോഴേ ഞാൻ കണ്ടു. അയ്യപ്പ സ്വാമി കാത്തുള്ളേ. എന്ത് കണ്ടു? ഞാൻ കണ്ണു പറഞ്ഞപ്പോ കണ്ടതേ കണ്ടംപൂച്ച ഒരു തലമണയും കൊണ്ട് നിൽക്കുന്നു. എന്ത്? കണ്ടംപൂച്ച ഒരു തലമണയും കൊണ്ട് നിൽക്കുന്നു. തലമന, നമ്മള് തല വെച്ച് കിടക്കുന്ന തലമനേ, ആ തലമന. ഈ കണ്ടംപൂച്ചയുടെ കാര്യം കുട്ടിമണി അന്നും പറഞ്ഞായിരുന്നു. അതത്ര ശ്രദ്ധിക്കാതെ അങ്ങ് വിടുകയും ചെയ്തു. അതിങ്ങനെ കുട്ടിമണി സ്വപ്നത്തിൽ കണ്ട് ഓരോ പിച്ചുമ്പയും പറയും. ഇന്നാൾ ഈ മുറിക്കകത്ത് ആന കയറി വന്നു എന്ന് പറഞ്ഞു. അല്ലേ കുട്ടിമണി? ആന കയറി വന്നു എന്ന് പറഞ്ഞില്ലേ? ആനയാണോ വന്നത്, ആടാണോ വന്നതെന്ന് ഞാൻ ചോദിച്ചോളാം. മാഡം കൂടുതൽ ആടണ്ട, അങ്ങോട്ടുള്ള റൗണ്ട് വരും, അപ്പൊ പറഞ്ഞാൽ മതി കേട്ടോ. എന്നെ എന്ത് ചോദ്യം ചെയ്യാനാ? ഇന്നാളല്ലേ വന്ന ആവശ്യമില്ലാതെ എന്റെ ദേഹത്ത് കൈവച്ചതും ചോദ്യം ചെയ്തതും. ഞാൻ വനിതാ കമ്മീഷനിൽ പോവാ നേരെ. എന്നെ പോലൊരു പാവപ്പെട്ട പെൺകുട്ടിക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുമെന്ന് അറിയണമല്ലോ. അയ്യോ, പാവപ്പെട്ട നിരാലംബയായ പെൺകുട്ടി. ഈ പാവപ്പെട്ട പെൺകുട്ടിയോട് ഈ പാവപ്പെട്ട സിഐക്ക് ചില പാവപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇപ്പൊ അവിടെ നിൽക്കുക കേട്ടോ. മോനെ രവീന്ദ്ര, മോനോടും ചിലത് ചോദിക്കാനുണ്ട്. അപ്പൊ ഇണക്കുരുവികൾ ഇവിടെ തന്നെ ഒട്ടി നിന്നോ, അത് കഴിയുമ്പോ ഞാൻ വിളിക്കാം. ആ, കുട്ടിമണി പറഞ്ഞേ, ആരായി കണ്ടംപൂച്ച? സാറേ, ശിവയാണ് കുട്ടിമണി കണ്ടംപൂച്ച എന്ന് വിളിക്കുന്നത്. മനസ്സിലാ, നിന്നോട് ഞാനൊരു 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്കറി പറയരുത്. കുട്ടിമണിയുടെ നാവിൽ നിന്ന് എനിക്ക് ചില കാര്യങ്ങൾ കേൾക്കണമെന്ന്. കുട്ടിമണി പറ, ആരായി കണ്ടംപൂച്ച? കണ്ടംപൂച്ച മനുഷ്യന്റെ കൂട്ടുകാരനാ. പക്ഷെ എനിക്ക് കണ്ടംപൂച്ച ഇഷ്ടമല്ല. ഈ കണ്ടംപൂച്ച പണ്ടേ എന്നെ കല്യാണം കെട്ടാൻ വന്നിട്ടേ എന്നെ തല്ലിയതാ. ചായ ദേഹത്ത് വീണെന്ന് പറഞ്ഞു. അന്നെ എനിക്ക് കണ്ടംപൂച്ച ഇഷ്ടമല്ല. അങ്ങനെ ഒരു കഥയുണ്ടോ? അവൻ കണ്ട് ഈ പെണ്ണിനാണോ നീ കല്യാണം കഴിച്ചത്? സാറേ, അത് അങ്ങനൊക്കെ സംഭവിച്ചു പോയി. അപ്പൊ അവൻ നിന്റെ പള്ളക്ക് കത്തിക്കയറ്റിയതിൽ ഒരു കാരണം കൂടി ഉണ്ട്. മുൻ വൈരാഗ്യം. അവൻ മോഹിച്ച ഈ പെണ്ണിനെ നീ കെട്ടി. സാറേ, അതങ്ങനെയല്ല സാറേ. അവന് താല്പര്യമില്ലാത്തൊരു കല്യാണമായിരുന്നു.
അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയി സാർ. അതൊന്നും തിരിഞ്ഞു നോക്കിയിട്ടോ പിന്നോട്ട് താളുകൾ മറിച്ചിട്ടോ ഒരു കാര്യമില്ല. അതൊക്കെ വിട്, അതെന്തെങ്കിലും ആവട്ടെ. അപ്പൊ കുട്ടിമണി എന്താണ് പറഞ്ഞത്? കുട്ടിമണി കണ്ടൻ പൂച്ചയെ കണ്ടു. ഉറപ്പാണോ കണ്ടൻ പൂച്ചയെ കണ്ടെന്ന്? ഉറപ്പാ സത്യമായിട്ട് ഉറപ്പായിട്ട് സത്യമായിട്ട് നേരാ. ആഹാ. എത്രമാത്രം കട്ടിയുള്ള ഉറപ്പാണ് കുട്ടിമണിയുടെ. വാ കുട്ടിമണി, കുട്ടിമണിയെ കണ്ടപ്പോ കണ്ടം പൂച്ച എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, എന്നെ കണ്ടപ്പോ കണ്ടം പൂച്ച ചാടി ഇറങ്ങി ഓടി. അന്ന് നീ അവനെ കണ്ടിരുന്നു എന്ന് പറഞ്ഞില്ലേ? കണ്ടു സാറേ. എന്നെ കണ്ടപ്പോ അവൻ പതറുകയും ചെയ്തു. അതെന്താ? അവന് ചെറിയ കുഴൽപ്പണത്തിന്റെ ഏർപ്പാടൊക്കെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പോകുന്നെന്നാണ് ഞാൻ കരുതിയത്. അത്തരം കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമില്ലാതിരുന്നുകൊണ്ട് ഞാൻ അവനൊന്ന് ഉപദേശിക്കുകയും ചെയ്തായിരുന്നു. അപ്പൊ അവൻ ഇവിടുത്തെ പണിയൊക്കെ തീർത്തു വരുമ്പോഴാണ് നിന്നെ കാണുന്നതല്ലേ? നീ എന്താടാ അന്ന് രാത്രി ഇവിടെ ഇല്ലായിരുന്നു? കൂട്ടുകാരൻ ഇവിടെ വന്നു എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ, അവനാണ് ശാരദാമ്മയെ അപായപ്പെടുത്തി എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ, അതിന് വഴിയൊരുക്കാൻ നീ മനഃപൂർവ്വം മാറി നിന്നോ? അയ്യോ സാർ, അങ്ങനൊന്നുമല്ല സാറേ. ആ സമയത്ത് കുട്ടിമണിക്ക് എന്നോട് വലിയ ദേഷ്യമായിരുന്നു. എന്നെ മുറിയിലൊന്നും കയറ്റുകയില്ലായിരുന്നു. അമ്മയോടുള്ള അതേ ദേഷ്യമായിരുന്നു ഇവക്ക് എന്നോടും. ആ സമയത്ത് സെയിൽസ് വാനും കൊണ്ടൊരു ഓട്ടം പോകണമായിരുന്നു സാറേ. അതിന് പോയതാ സാറേ ഞാൻ. അപ്പൊ നീ ഇവിടെ ഇല്ല എന്ന് കൃത്യമായിട്ട് ആരോ അവനെ അറിയിച്ചു. ചൂണ്ടേ കുടുങ്ങിയാൽ നീ കൂടെ കുടുങ്ങട്ടെ എന്ന്. വളരെ ബുദ്ധിപരമായ ഒരു മൂവ്മെന്റ്. ആർക്കായിരിക്കും മനസ്സിൽ അത്രയ്ക്കും ക്രിമിനൽ മൈൻഡ് ഉള്ളത്? രവീന്ദ്ര, നീ വന്നേ, നമുക്ക് ആ തണലത്തോട്ട് മാറി നിന്ന് സംസാരിക്കാം. എന്താ? കുട്ടിമണിയുടെ ഭാഷയെ പറഞ്ഞാൽ സമ്മാനിക്കാം അല്ലേ കുട്ടിമണി? മനുഷ്യ പോലീസ് എന്നെ മാറ്റി സമ്മാനിക്കുന്നു. വാമോനെ, ഞാൻ മുമ്പ് വന്നപ്പോൾ നിന്നോട് പറഞ്ഞായിരുന്നു നിനക്കറിയാവുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണമെന്ന്. ഈ ശിവയെന്ന് പറയുന്നവനെ നിനക്ക് സംശയമാണെന്ന് നീ പറഞ്ഞു. അതിൻ്റെ കാര്യം എന്താ സാർ? അത് പറ രവിമോനെ. കുറേ കാര്യങ്ങൾ ഞങ്ങൾ കണ്ടുപിടിച്ച് വെച്ച് കഴിഞ്ഞു. നിന്റെയും നിന്റെ ഭാര്യയുടെ ജാതകവും ഇവിടെ ഉള്ളവരുടെ തലക്കുറിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാനൊരു മണ്ടനോ പൊട്ടനോ ഒന്നും ആയിട്ടല്ല. ഒരു പ്രതി എന്ന് പറഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഈ കേസിൽ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റുകയും ചെയ്തു. കുട്ടിമണി പ്രതിയാണെന്ന് പറഞ്ഞ് ആ കുട്ടിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അത് ഇത്തിരി കരഞ്ഞു. പക്ഷേ ബുദ്ധിയില്ലാത്തൊരു കുട്ടിയെന്ന പരിഗണന അവൾക്ക് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പിന്നെ പല കോണിൽ നിന്നും പല കാര്യങ്ങൾ വരികയും കേൾക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ അറസ്റ്റ് ചെയ്തത് യഥാർത്ഥ പ്രതിയല്ല. ബുദ്ധിമാന്തിയുള്ളൊരു പെൺകുട്ടിയെ പ്രതിയെന്ന് കരുതി അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ അടച്ചപ്പോൾ യഥാർത്ഥ പ്രതി, യഥാർത്ഥ മാനസിക രോഗി മറഞ്ഞിരുന്ന് ചിരിച്ചു. അപ്പം നമുക്കത് കണ്ടുപിടിക്കണ്ടേ? വേണം സാറേ, ഉറപ്പായിട്ടും കണ്ടുപിടിക്കണം. ഞാൻ ചുമ്മാ വെറുതെ ബ്ലൈൻഡായിട്ട്, ബ്ലാങ്കായിട്ട്, വൈൽഡായിട്ട് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. ശരി സാർ. ഈ രവിയുടെ അമ്മയെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തത് രവിയുടെ ഭാര്യയാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞാലോ? സാറേ, അവള് അല്ലെ ഈ ചോദ്യം വേറൊരു രീതി ചോദിക്കാം, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ചോദിക്കാം. രവിയുടെ ഭാര്യ മതികല രവിയുടെ അമ്മ ശാരദാമ്മയെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടോ? സാറിന്റെ ഈ ചോദ്യങ്ങൾക്ക് ഇല്ല എന്ന് തീർത്തുത്തരം പറയുന്നില്ല. എല്ലാവരോടും ഒരുതരം പകയ മതികലയ്ക്ക്. ഒരു വ്യക്തിക്ക് എങ്ങനെയാ മറ്റുള്ളവരോട് ഇത്രയ്ക്ക് പകയും വൈരാഗ്യം തോന്നുന്നെന്ന് എനിക്കറിയത്തില്ല. ചിലരെങ്ങനെ, അത് ചിലരുടെ മാനസിക രോഗമാണ്. ആളുകളെ പിന്തുടർന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുക. വിധേയത്തോടെ എതിരാളി കീഴടങ്ങി കൊടുത്താലും ഒരു പൂച്ച വിളയാട്ട് അവർ വിടില്ല. എലിയെ പൂച്ചയിട്ടിങ്ങനെ തട്ടിക്കളിക്കുന്ന കണ്ടിട്ടില്ലേ? തട്ടിക്കളിച്ച് ദേഹത്തും മനസ്സും ഒക്കെ ചോര പൊടിഞ്ഞ് പിടഞ്ഞണങ്ങി തീരുന്നവരെ അവരിങ്ങനെ രസിച്ചുകൊണ്ടേയിരിക്കും. അതൊരു മാനസിക രോഗമാണ്. അതിലേക്ക് ഞാൻ പിന്നെ വരാം. രവിയുടെ ഭാര്യയ്ക്ക് ശിവയുമായിട്ട് ചില കണക്ഷൻസ് ഉണ്ടല്ലോ? ഉണ്ട് സർ. ക്രിമിനൽസുമായിട്ടാണ് എൻ്റെ ഭാര്യയ്ക്ക് ബന്ധം. അപമാനത്തോടെ, ആത്മനിന്ദയോടെ ഞാനിത് പറയുന്നത്. അവളെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയാതെ പോയി. വലിയ വീട്ടിൽ നിന്ന് ഒരു കല്യാണാലോചന വന്നപ്പോൾ, വലിയ കോടീശ്വരിയായ ഒരു പെൺകുട്ടിയെ ഭാര്യയാക്കിയപ്പോൾ
ജീവിതത്തിൽ എല്ലാം തികഞ്ഞൊന്ന് കരുതിയൊരു മണ്ടനാണ് സാറേ ഞാൻ. അതുകൊണ്ട് ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ദുരന്തങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ഇനി എനിക്കെൻ്റെ ജീവിതത്തെപ്പറ്റി പ്രതീക്ഷയൊന്നുമില്ല സാർ. എനിക്കൊരു നല്ല കുടുംബജീവിതം ഉണ്ടാകുമെന്നോ, എൻ്റെ ഭാര്യ ഒരു നല്ല സ്ത്രീയായിട്ട് മാറുമെന്നോ, ഭർത്താവിനെ സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു കുടുംബിനിയാവുമെന്നോ ഒന്നും എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് സാറേ. അതുകൊണ്ട് എനിക്കറിയാവുന്ന എന്ത് കാര്യങ്ങളും ഞാൻ തുറന്നു പറയും. തന്നെ പുച്ഛിക്കുകയും ചവിട്ടിത്താഴ്ത്തുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ഭാര്യയുടെ പേര് രവിചന്ദ്രൻ കെട്ടിച്ചമച്ചുകൊണ്ട് പറയുന്ന തെളിവുകളാണ് പലതും എന്ന് ഞാൻ പറഞ്ഞ. ഇപ്പോൾ ശിവയും മതികലയും തമ്മിൽ ബന്ധമാവാം. മതികലയ്ക്ക് ശിവ പണം കൊടുത്ത് സഹായിക്കാം, മതികല തിരിച്ച് പണം കൊടുത്ത് സഹായിക്കാം, മതികലയ്ക്ക് വേണ്ടി ശിവ ചില സഹായങ്ങൾ ചെയ്തു കൊടുക്കാം. അതൊക്കെ ഒരു ക്രിമിനൽ കുറ്റമാണെന്ന് പറയാൻ പറ്റുമോ? ഇതെല്ലാം പറയുന്നത് സാറ് തന്നെയല്ലേ. എൻ്റെ ഭാര്യയ്ക്ക് അവനുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് എനിക്കറിയാം. അവർക്കിടയിൽ ഒരു രഹസ്യം ഉണ്ടെന്നും അറിയാം. പക്ഷേ അതൊരിക്കലും വഴിവിട്ട ബന്ധമല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് സാറേ. അപ്പോൾ ഭാര്യയുടെ സ്വഭാവശുദ്ധിയിൽ അത്രയ്ക്ക് വിശ്വാസമുള്ള ആളാണ് രവി. അതല്ല സാറേ, ശിവയൊക്കെ അവൾ അവളുടെ ജോലിക്കാരായിട്ട് മാത്രമാണ് കണ്ടിട്ടുള്ളത്. ആ രീതിയിൽ ആജ്ഞാപിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോ ശിവ മതികലയ്ക്ക് വേണ്ടി എന്തോ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു എന്ന്. ആ ജോലി ചിലപ്പോ ഇത് തന്നെ ആയിക്കൂടെ? അമ്മയെ കൊല്ലാൻ തക്കവണ്ണം വൈരാഗ്യം അവൾക്കുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല സാറേ. അമ്മയ്ക്ക് സ്നേഹിക്കാനേ അറിയത്തുള്ളായിരുന്നു. എത്ര നോവിച്ചാലും അമ്മ മാറിയിരുന്ന് കരയത്തേ ഉള്ളായിരുന്നു. ഒരു ശാപവാക്ക് പോലും ഇതുവരെ ആരോടും പറയാത്ത ആളായിരുന്നു എൻ്റെ അമ്മ. അതൊക്കെ ഞാൻ തിരക്കി അറിഞ്ഞു. അതുകൊണ്ടാ ആ പാവം സ്ത്രീയുടെ മരണത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കണമെന്ന് എനിക്ക് തോന്നിയത്. അല്ല, ഈ ശിവയെ സംരക്ഷിക്കാനുള്ള കാര്യത്തെപ്പറ്റി പറഞ്ഞില്ല. അതെന്താ സാറേ? അത് ഒരു രാത്രി ശിവ ഇവിടെ വന്നിരുന്നു. മതികല ഇറങ്ങിപ്പോയി അവനോട് സംസാരിക്കുകയും ചെയ്തു. മതികല ഒരു സ്വർണ്ണവളയൊക്കെ ഊരി അവന് കൊടുക്കുകയും ചെയ്തു. അതെന്തിന്? പണം ചോദിച്ചു വന്നതാണ്. രാത്രി ആയതുകൊണ്ട് കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് സ്വർണം കൊടുത്തതാവും. എനിക്ക് തോന്നിയതാ എൻ്റെ അമ്മയുടെ മരണത്തിൽ ശിവയ്ക്ക് എന്തോ പങ്കുണ്ടെന്ന്. രവി, ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. 2-3 ദിവസത്തിനകം അന്വേഷണം പൂർത്തീകരിക്കും. യഥാർത്ഥ പ്രതി വിളിച്ചെത്തു വരും. അത് എല്ലാവരും കാണുന്നൊരു പ്രതിയാവണമെന്നില്ല. മതികല കൊടുത്ത കൊട്ടേഷന് മീതെ ശാരദാമ്മയെ കൊല്ലാൻ വേറൊരാൾ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലോ? ശിവ പണിയെടുത്തത് ആ കൊട്ടേഷൻ കൊടുത്ത ആൾക്ക് വേണ്ടിയാണെങ്കിലോ? എന്തായാലും ഒരു കാര്യം കൃത്യമായിട്ട് പറഞ്ഞേക്കാം. ഉപ്പ് തിന്നവൻ ആരാണെങ്കിലും വെള്ളം കുടിക്കും. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഈ പാത്രത്തിൽ നിറച്ച് വെച്ചേക്കാം. ഇപ്പോഴേ കുടിക്കാൻ വെള്ളം കിട്ടാൻ വലിയ പാടാ. കുടിവെള്ളക്ഷാമേ. പിന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് നിന്നോട് സഹതാപമുണ്ട് രവി. അമ്മ നഷ്ടപ്പെട്ട മകന് ചിലപ്പോ ഭാര്യയെയും നഷ്ടപ്പെടേണ്ടി വരും. ഓ, സാരമില്ല സാറേ. ഒരുപാട് മോഹിക്കുന്നവന് ജീവിതം ഒരു കൈക്കുമ്പളിൻ്റെ അത്ര പോലും കിട്ടത്തില്ലെന്നാണ്. ഞാൻ ഒരുപാട് വാരി പിടിക്കാൻ നോക്കി. അവസാനം ഒരു കുമ്പിൾ പോലും കോരിയെടുക്കാനാവാതെ ഒഴിഞ്ഞ കൈയുമായി ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും. എന്നാലും സാരമില്ല, എൻ്റെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടണം. അത് കിട്ടിയിരിക്കും. നീയേ നേരത്തെ നിന്ന് അതേ സ്ഥലത്ത് പോയി നിന്നു. എന്നിട്ട് മാണിക്യമംഗലത്തെ മണിമുത്തിനോടൊന്ന് ഇറങ്ങി വരാൻ പറ. ചെല്ലടാ. ശരി സാർ. ഹലോ മാഡം മതികല, ഒന്നിങ്ങോട്ട് വരണം. 1-2 കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഞാനെന്തിനാ വരുന്നേ? എന്നെ ആവശ്യത്തിന് ചോദ്യം ചെയ്തതല്ലേ? ആരെങ്കിലും കണ്ട എന്ത് വിചാരിക്കും? ആരും ഒന്നും വിചാരിക്കത്തില്ല. അന്നത്തെ പോലെ ഞാൻ കൈ നിവർത്തി ഒന്ന് തന്നാലുണ്ടല്ലോ, ഒട്ടം കറങ്ങി ഇവിടെ തന്നെ വീഴും. വിളിച്ചത് കേട്ടില്ലടി, ചെല്ലടി അങ്ങോട്ട്. എന്നെ എടി പൊടിന്ന് വിളിക്കുന്നതിനെ നിങ്ങൾ അനുഭവിക്കും. നിങ്ങൾ കരുതുന്ന പോലെ ഒരാളല്ല ഞാൻ. ആയിക്കോട്ടെ, ഇനി നിന്നെ എടിയെന്ന് വിളിച്ചതിന്റെ പേരിൽ പണി പോയി കഴിഞ്ഞാൽ ഞാനൊരു തയ്യൽ മെഷീൻ വാങ്ങിച്ച് വീട്ടിലിരുന്ന് തയ്ക്കും. അതുകൊണ്ട് ഭീഷണി വേണ്ട. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് കേട്ടിട്ട് തിരിച്ചു വരണം, കേട്ടോ? പോ. എന്നെ പിടിക്കൊന്നും വേണ്ട, എനിക്കറിയാം അങ്ങോട്ട് ചെല്ല. എന്താണ് മാഡം ഒരു ബലം പിടുത്തം? ഇത്ര ശ്വാസം പിടിച്ച് നിൽക്കല്ലേ, ഞങ്ങൾ കൂടെ കിട്ടട്ടെ കുറച്ച് ഓക്സിജൻ. എല്ലാം കൂടെ മാഡം ഒറ്റയ്ക്ക് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അത് ശ്വാസം പിടിച്ച് നിൽക്കുന്നതല്ല സർ, ഉള്ളിലെ രഹസ്യങ്ങളെല്ലാം പുറത്തു ചാടാതെ പിടിച്ചിരിക്കുന്നതാ. എന്ത് രഹസ്യം? എനിക്ക് ഒരു രഹസ്യവും ഇല്ല. നിങ്ങൾ എല്ലാവരും കൂടെ പറഞ്ഞു എന്നെ കള്ളിയാക്കാതിരുന്നാ മതി. അയ്യോ പാവം, ഞങ്ങൾ ആരെയും കള്ളനും കള്ളിയൊന്നും ആക്കുന്നില്ലേ. പിന്നെ
നീ ഒരു കാര്യം ചെയ്യ്. എന്താ? നിന്റെ ഒരു 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അത്യാവശ്യമായിട്ട് ഈ മാഡത്തിന് നേപ്പിക്കണം. അത് നിങ്ങൾക്ക് എന്തിനാ? ഞാനെന്താ പോലീസ് സ്റ്റേഷനിൽ ലോണിന് വന്നു? അവിടെ നിന്ന് തന്നെ ഉടൻ തന്നെ ലോൺ വരും. അതിനുള്ള പേപ്പറുകളൊക്കെ ഞങ്ങൾ നീക്കിയിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. പിന്നെ നിന്റെ ഈ ഫോൺ എവിടെയൊക്കെ സഞ്ചരിച്ചു എന്ന് ടവർ ലൊക്കേറ്റ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. എവിടെ ഏതൊക്കെ സമയം അതെല്ലാം കിട്ടിയിട്ടുണ്ട്. സാർ എന്തിനാ എന്നോടൊരു വൈരാഗ്യം ഉള്ളതുപോലെ പെരുമാറുന്നത്? ഞാൻ എന്റെ വിഷമം കൊണ്ട് എന്തെങ്കിലും പറയുമെന്നല്ലാതെ. അയ്യോ, എനിക്ക് ആരോടും ഒരു വൈരാഗ്യവും ഇല്ല. കേസ് അന്വേഷണത്തിൽ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ വേണം, ചില കടലാസുകളും വേണം. മതികലയ്ക്ക് ശാരദാമ്മ മർദ്ദക്കേസിൽ ചെറുതല്ലാത്തൊരു പങ്കുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഇല്ല, ഒരിക്കലും ഇല്ല. മരിച്ചു കിടക്കുന്നത് ഞാൻ കണ്ടു എന്നല്ലാതെ. മതികല എങ്ങനെയാ മരിച്ചു കിടക്കുന്നത്? കൃത്യസമയത്ത് തന്നെ കാണാൻ പോയത്. ഒന്നുകിൽ നീ ആ മരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഉണർന്നു കാണും, അല്ലെങ്കിൽ അല്ല, ഞാനൊന്ന് ഉറക്കം വരാതെ. അങ്ങനെ ഉറക്കം വരാതിരിക്കണമെങ്കിൽ അതിനൊരു കാരണമാണ്. നീ കഥ എഴുതുക? ഇല്ല. നുണ പറയത്തേ ഉള്ളൂ, കഥ എഴുതത്തില്ല. ഞാൻ നുണയൊന്നും പറയത്തില്ല. അതുകൊണ്ട് നീ ഹരിശ്ചന്ദ്രന്റെ കുഞ്ഞമ്മയുടെ മോളല്ലേ, അതെനിക്കറിയാം. എന്താണെന്ന് ഉറങ്ങാതിരിക്കാനുള്ള കാരണം? ഉറങ്ങാതിരുന്നതല്ല, ഫോൺ വന്ന് ഞാൻ ഉണർന്നതാ. ഇല്ലില്ല, ഫോൺ വന്നില്ല. വെള്ളം കുടിക്കാനായിട്ട് എഴുന്നേറ്റത്. നീ ഇപ്പൊ ഈ പറഞ്ഞ കള്ളത്തിനുണ്ടല്ലോ കാരണത്തോരണം തരയാ വേണ്ട. ഫോൺ വന്നിട്ട് തന്നെ നീ ഉണർന്നത്. ഉണർന്നതല്ല, നീ ഉറങ്ങാതെ കിടന്നു. ഒരു ഫോൺ പ്രതീക്ഷിച്ചു. ആ വിളി ആരുടേതാണെന്ന് ഞാൻ പറയണം? എന്നെ ആരും വിളിച്ചിട്ടില്ല. വിളിച്ചിട്ടുണ്ട്, ശിവ. അവനാണ് നിന്നെ വിളിച്ചത്. അതിനുശേഷമാണ് നീ ശാരദാമ്മയുടെ മുറിയിലേക്ക് ഓടി വരുന്നതും ശാരദാമ്മ മരിച്ചു കിടക്കുന്നത് കാണുന്നതും. അല്ലല്ല, അതൊന്നും അല്ല. എനിക്ക് ഫോൺ വന്നൊന്നും ഞാൻ ഓർക്കുന്നത് പോലും ഇല്ല. ഞാൻ ബഹളം കേട്ട് ഓടിച്ചെന്നതാ. അപ്പോഴാ കുട്ടിമണി അവരെ കൊന്നിട്ടേക്കുന്ന കണ്ടത്. കുട്ടിമണി കൊന്നുവെന്ന് നിനക്ക് സ്ഥാപിച്ചേ പറ്റും. അത് നിന്റെ ആവശ്യം. ഓക്കെ, ഇനി ഒരൊറ്റ ചോദ്യം. വയലോരം വീട്ടിൽ ആർക്കും അറിയാത്തൊരു കാര്യം, നിന്റെ ഭർത്താവിന് പോലും അറിയാത്തൊരു കാര്യം. നീ മാനസിക രോഗത്തിന് ചികിത്സ നേടിയിട്ടുള്ള ആളാണല്ലേ? ഞാനോ? എനിക്കൊരു കുഴപ്പമില്ല, എനിക്കൊരു പ്രശ്നവുമില്ല. എനിക്കൊരു ചെറിയ ഇൻഫോർമേഷൻ. മൂഡ് ഡിസോർഡറിന്റെ പ്രശ്നത്തിന് നീ സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്, മെഡിസിനും എടുത്തിട്ടുണ്ട്. ഓരോ നിമിഷവും മൂഡ് ചേഞ്ച് ചെയ്യുന്ന അവസ്ഥ, പിന്നെ എതിരാളിയോട് എങ്ങനെ പകരം വീട്ടണമെന്ന ചിന്ത. ഇത് രണ്ടും നിന്റെ മനസ്സിന്റെ വൈകല്യങ്ങളാണ്. കോളേജിലെ സൗന്ദര്യ മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടിയ കൊച്ചിന്റെ മുഖത്ത് കൊട്ടേഷൻകാരെ കൊണ്ട് ആസിഡ് ഒഴിപ്പിച്ചോളല്ലേ നീ? കോളേജിൽ നിന്ന് ആ വിവരവും ഞാൻ പൊക്കി. ബാക്കി വിവരങ്ങൾ നമുക്ക് അടുത്ത മീറ്റിംഗിൽ പറയാം. പിന്നെ ഇക്കാര്യം ഞാൻ നിന്റെ ഭർത്താവിനോടൊന്നും പറയില്ല. ചികിത്സയുടെ കാര്യേ, അത് നിന്നെപ്പോലൊരുത്തിയോടുള്ള ദയവ് കൊണ്ടൊന്നുമല്ല. നാളെ ഈ കേസിൽ നീ ഒരു പ്രധാന പ്രതിയായിട്ട് വന്നാൽ പഴയ കേസിന്റെ ചീട്ടും കുറിപ്പൊടിയോ കൊണ്ടുവന്നിട്ട് കോടതി നിന്ന് ഊരിപ്പോരരുത്. അതെനിക്കൊരു നിർബന്ധമാണ്. അതുകൊണ്ട് എന്നാ പിന്നെ മാഡം അങ്ങോട്ട് ചെല്ലുക. രവി, നിന്റെ ചേട്ടനെ എനിക്കൊന്ന് കാണണം. അവനെവിടെ കാണും? ബാലേട്ടൻ കടയിൽ കാണും, ഞാൻ വിളിക്കാം. വേണോണ്ട, ഞാൻ കണ്ടോളാം. നമുക്കൊന്നുകൂടി ഒന്ന് കാണേണ്ടി വരും ഉടനെ. ശരി സാർ. കുട്ടിമണി, എല്ലാം ഓർത്തു വെച്ചോളാം കേട്ടോ. ഞാൻ ഇനിയും ചോദിക്കും. എല്ലാം ഓർമ്മിച്ച് പറഞ്ഞാൽ ഞാനൊരു കിട്ടില്ലം സമ്മാനം തരും. സമ്മാനം തന്നാ ഞാൻ ഓമരിച്ച് വെക്കാം. നല്ല കുട്ടി. അപ്പൊ ശരി, എല്ലാവർക്കും ഇനി സന്ധിക്കും വരെയും സ്വാമി ശരണം. ആ വണ്ടിയെടുത്തോ. എന്നെ മനുഷ്യ ഒന്നുമില്ല, കൂട്ടുവാ.
ഹലോ, എന്താടാ? ബാലേട്ടൻ ഇത് എവിടെയാ? ഞാൻ കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ബാലേട്ടൻ ഇപ്പൊ തിരിച്ചു വരുവോ? ഞാൻ താക്കോൽ അജിയുടെ കൈ കൊടുത്തിട്ട് ഇപ്പൊ തന്നെ വരും. വീട്ടിലിരുന്ന പ്രാന്താവും. നിനക്കറിയാലോ അവിടുത്തെ കാര്യങ്ങള്. അല്ല, നീ എന്താ ഇപ്പൊ വിളിച്ചത്? എന്തെങ്കിലും കാര്യമുണ്ടോ? പോലീസ് വന്നിരുന്നു ബാലേട്ട. CA ഈ പെൺകുട്ടി. എന്നിട്ട് അവർക്ക് ബാലേട്ടനോട് എന്തൊക്കെയോ ചോദിക്കണമെന്ന് പറഞ്ഞു. ഞാനെന്നാ CA സാറിനെ വിളിച്ചിട്ട് സ്റ്റേഷനിലോട്ട് ചെല്ലടാ. അതേപ്പറ്റി ഒന്നും പറഞ്ഞില്ല. ബാലേട്ടനെ കണ്ടോളാന്നാ പുള്ളി പറഞ്ഞത്. ചിലപ്പോ കടയിലോട്ട് വരുമായിരിക്കും. എടാ, അവരാണെന്ന് തോന്നുന്നു. നീ ഫോൺ വെച്ചോ. ഇതിനാണ് പറയുന്നത് തേടിയ ബാലൻ കാലിൽ ചുറ്റി. ഞങ്ങളിപ്പോ ബാലന്റെ വീട്ടിൽ പോയായിരുന്നു. ഞാൻ അറിഞ്ഞു സാറേ. ആഹാ, അതിനുമുമ്പ് വിവരം ഇവിടെ വന്നു. അല്ല, അനിയൻ രവി അവനതാ ഇപ്പൊ വിളിച്ച് പറഞ്ഞോണ്ടിരുന്നത്. എടോ, തനിക്കല്ലേ ബാലനോട് എന്തോ ചോദിക്കണമെന്ന് പറഞ്ഞു? ചോദിച്ചോ. സീത കൂടാതെ ബാലചന്ദ്രന് മറ്റൊരു ഭാര്യ കൂടി ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. അബദ്ധം? എടാ, കല്യാണം കഴിക്കുന്ന തന്നെ ഒരു അബദ്ധമാണ്. അപ്പോ നിനക്ക് ഒരബദ്ധമല്ല, രണ്ടബദ്ധമാണ് പറ്റിയത്. എടാ, ഒരബദ്ധം സംഭവിച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് പാഠം പഠിക്കാതെ വീണ്ടും ഒരു അബദ്ധം കൂടി ചെയ്യാന്ന് വെച്ചാൽ അത് ശരിയാണ്. അത് വിട്. അവരെന്താ പിണങ്ങി പോകാനുള്ള കാരണം? ആദ്യ ഭാര്യ തിരിച്ചു വന്നപ്പോ പൊറുതി മതിയാക്കി പോയതാണ്. അതെ, സീത തിരിച്ചു വന്നു. ഗർഭിണിയായ സീതയെ ഞാൻ ഉപേക്ഷിക്കണമെന്നായിരുന്നു ഇന്ദുവിന്റെ ആവശ്യം. അത് പറ്റില്ലെന്ന് പറഞ്ഞപ്പോ അവര് നിങ്ങളുമായിട്ട് സാമ്പത്തിക ഇടപാടുകളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അതൊക്കെ തീർന്നു. ഓക്കേ. നിന്റെ അമ്മയും രണ്ടാമത്തെ ഭാര്യയും, എന്താ അവളുടെ പേര്? ഇന്ദു. ഇന്ദു. ഇന്ദുവും നിന്റെ അമ്മയും തമ്മിൽ എങ്ങനെയായിരുന്നു? അമ്മയോടങ്ങനെ ഇഷ്ടക്കേടൊന്നുമില്ലായിരുന്നു. അമ്മയ്ക്കും ഇന്ദുവിനെ ഇഷ്ടമായിരുന്നു. അമ്മയ്ക്ക് വീട്ടിൽ ആരെ മോൻ കൊണ്ടുവന്നാലും മരുമോളാണല്ലോ. അതുകൊണ്ടല്ല സാറേ, സീതയെ കാണാതായപ്പോ സാറിനറിയാലോ, സാറല്ലേ എന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ കൊണ്ടുപോയത്. സാറല്ലേ അവിടെ ഇട്ട് ഉപദ്രവിച്ചത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അന്ന് കരഞ്ഞു പറഞ്ഞതല്ലേ. എടാ, കല്യാണം കഴിഞ്ഞ് 7 വർഷത്തിനകത്ത് ഭാര്യയെ കാണാതായി കഴിഞ്ഞാൽ ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും ആദ്യം പ്രതിസ്ഥാനത്ത് വരുന്ന ഭർത്താവാണ്. അന്ന് നിനക്കെതിരെ കേസ് വന്നു, കൊണ്ടുപോയി. പിന്നെ നിന്റെ വായിൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി 2 ചാമ്പ് ചാമ്പുകയും ചെയ്തു. അതിനൊന്നും എനിക്ക് പരാതിയില്ല സാറേ. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇന്തൊരു വെളിച്ചമായിട്ട് കടന്നു വന്നത്. എന്നിട്ട് ആ വെളിച്ചം വേണ്ടതും ബാലന് തന്നെ തോന്നിയോ? അല്ല മാഡം, സീത തിരിച്ചു വന്നതിന് ശേഷം ഞാനും ഇന്ദുമായിട്ടുള്ള ജീവിതത്തിന് അകൽച്ചയുണ്ടായി. അതുകൊണ്ടാണ്. യെസ്, അവിടെ നിന്നാണ് ബാല ഞങ്ങളുടെ ചെറിയൊരു സംശയം. അതായത് വയലോരം വീട്ടിൽ പുറത്തു നിന്നൊരു പ്രതി കയറി വരണമെങ്കിൽ, അതാരെ ലക്ഷ്യം വെച്ച് വരണമെങ്കിൽ ഒരാള് അകത്തു നിന്നും കതവ് തുറന്നോളൂ. അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ വാതിൽ തുറന്നു കൊടുത്തത് ബാലന്റെ രണ്ടാം ഭാര്യയാണെന്ന് ബാലന് വല്ല സംശയമുണ്ടോ? ഇന്ദുവോ? ഇന്ദു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല സാറേ. ഞാനൊരു പോസിബിലിറ്റി പറയട്ടെ ബാല. സീത തിരിച്ചു വന്നതിന് ശേഷം ബാലന്റെ അമ്മയ്ക്ക് ബാലൻ ഇന്ദുവിനെ കല്യാണം കഴിക്കണ്ട എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട്. ശരിയല്ലേ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല. എന്നോടങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ സീതയെ ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ദുവിന് നിന്റെ അമ്മയുടെ ശത്രുത തോന്നിയിട്ടുണ്ട്. മകനെ പറഞ്ഞു തിരിച്ച് ബ്രെയിൻ വാഷ് ചെയ്ത് വീണ്ടും പഴയ മരുമകളെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാം എന്ന് തോന്നിക്കൂടെ? എനിക്കറിയത്തില്ല സാർ. അതിനൊരു സാധ്യതയുണ്ട് ബാല. സീത ഗർഭിണിയായല്ലേ തിരിച്ചു വന്നത്. സീതയുടെ ഗർഭം വളരുന്നതിനനുസരിച്ച് അമ്മായി അമ്മയ്ക്ക് മരുമകളോടുള്ള വാത്സല്യവും സ്നേഹവും കൂടിക്കൂടി വരും. അവർക്ക് വല്ലാത്തൊരു നഷ്ടബോധം ഫീൽ ചെയ്യും. അപ്പം മകനോട് പറയും, നമ്മുടെ വീട്ടിൽ വളരേണ്ട കുഞ്ഞാണ്, നീ ചെന്ന് കൂട്ടിക്കൊണ്ടു വാടാന്ന്. സീതയെ കൂട്ടിക്കൊണ്ടുവന്ന ഇന്ദു പടിക്ക് പുറത്തായേനെ. ഒരു പക്ഷേ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇന്ദു തന്നെ കൊലയാളിക്ക് വാതിൽ തുറന്നു കൊടുത്തതാണെങ്കിലോ? ഇല്ല, ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല സാർ. സത്യമായിട്ട് ഞാനത് വിശ്വസിക്കുന്നില്ല. ഇന്ദുവുമായി ഇപ്പം എനിക്കൊരു ബന്ധമില്ല. അവൾ അവളുടെ വഴിതേടി പോവുകയും ചെയ്തു. എങ്കിൽ പോലും ഇന്ദു എൻ്റെ അമ്മയെ കൊല്ലാൻ കൂട്ടുവയ്ക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഞാൻ ചിന്തിക്കുന്നുമില്ല. ശരിടാ, ഇവനങ്ങ് ഇമോഷണലായി പോയല്ലോ. എടാ, അത്രയ്ക്ക് ഇമോഷണലൊന്നും ആവണ്ട. നീയാണോ കൊലയാളിക്ക് വാതിൽ തുറന്നു കൊടുത്ത് അകത്തേക്ക് കയറാൻ സഹായിച്ചതെന്ന് വരെ ഞങ്ങൾ ചോദിക്കും. അതാണ് പോലീസ്. അന്വേഷണത്തിന്റെ വഴിയിൽ എന്തു തുമ്പും തുരുമ്പും കണ്ടാലും
അയ്യപ്പൻകുട്ടി അത് എടുത്തു നോക്കാതെ പോകാറില്ല. അതുകൊണ്ടാ ശീലമായിപ്പോയി. സാരമില്ല, ആരാണ് വാതിലിലെ കൊളുത്തെടുത്ത് മരണത്തെ അകത്തേക്ക് ക്ഷണിച്ചതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. സമയമുണ്ടല്ലോ. എന്നാ പിന്നെ നമുക്ക് നീങ്ങാല്ലേ? ഈ നടു റോട്ടിൽ ചുട്ട വെയിലത്ത് ബാലനെ നിർത്തി കൂടുതൽ വേർപ്പിക്കണ്ട. സ്വാമി ശരണം. പെട്ടെന്നെന്താ പതിവില്ലാത്തൊരു ബഹുമാനം? അല്ല, നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. എന്ത്? അല്ല, ചോദ്യത്തിന്റെ പഴയ മൂർച്ചയും വീര്യൊന്നും ഇല്ലല്ലോ. എന്തു പറ്റി? പോലീസ് വന്നപ്പോഴേക്കും പേടിച്ചു പോയോ? എടീ, നീ നന്നായിട്ട് ഭയക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതൊന്നുമില്ലാന്ന് പുറമേ നീ കാണിക്കുന്നത് വെറുതെയാണെന്നും എനിക്കറിയാം. എന്തായാലും എന്റെ പൊന്നു മോളെ, ദേ നിന്റെ കളിയൊക്കെ അങ്ങ് തീരാൻ പോവാ. അത്തരം കാര്യങ്ങളൊക്കെ സിഐ എന്നോട് പറഞ്ഞു. നിങ്ങളോട് സിഐ എന്ത് കാര്യം പറഞ്ഞത്? എന്നോട് മാത്രമല്ല, ബാലേട്ടനെയും വഴിയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ബാലേട്ടനോടും പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ. എന്നെ പറ്റിയാണോ വല്ലതും പറഞ്ഞത്? എങ്കിലതൊന്ന് പറഞ്ഞേ. നിന്നോടും സംസാരിച്ചിരുന്നല്ലോ, അതെന്തായിരുന്നു? ആദ്യം നീ അത് പറ. അത് എന്നോടൊന്നും പറഞ്ഞില്ല. അമ്മയുടെ മരണത്തിൽ ആരെങ്കിലും സംശയമുണ്ടോന്ന് ചോദിച്ചു. അതിന് ഞാൻ മറുപടി പറഞ്ഞില്ല. പിന്നെ അമ്മയുടെ മരണത്തിൽ നിന്റെ സംശയം അറിയാനല്ലേ സിഐ ഇങ്ങോട്ട് വന്നത്? അങ്ങേരെ നല്ല ബുദ്ധിമാനാണ്. ആരാണ് അമ്മയെ കൊന്നതെന്നും ആരാണ് ഒത്താശ ചെയ്തതെന്നും ഓശാന പാടിയതെന്നും ഒക്കെ അയാൾക്കറിയാം. അതൊക്കെ എന്നോട് പറയുകയും ചെയ്തു. നിങ്ങളോട് എന്താ പറഞ്ഞത്? പറ. നീ എന്തിനാ ഇത്രയ്ക്ക് പരിഭ്രമിക്കുന്നത്? ഈ വീട്ടിൽ എത്രയോ ആൾക്കാരുണ്ട്. അവർക്കാർക്കും പോലീസ് വരുമ്പോ പേടിയില്ലല്ലോ. എനിക്ക് പേടിയൊന്നും ഉണ്ടായിട്ടല്ല. ഞാനല്ലേ നിങ്ങളുടെയൊക്കെ പൊതുശത്രു. അപ്പോ നിങ്ങളെല്ലാം ഒന്നിച്ചു നിന്ന് നാളെ എനിക്കെതിരെ വരുമല്ലോ. അതൊക്കെ നിന്റെ വെറും തോന്നലുകളാണ്. നിന്നെ ഇവിടെ ആരും ശത്രുവായിട്ടൊന്നും കണ്ടിട്ടില്ല. നീ വയലോരം വീടിനെ മൊത്തം ശത്രുവായിട്ട് കാണുന്നു. നീ എന്താ മുമ്പ് പറഞ്ഞത്? ഈ വീട് വെന്ത് വെണ്ണീറാവുകയും ചുട്ട് ചാമ്പലാവുകയും ചെയ്യുന്നതാണ് നിനക്ക് താല്പര്യമെന്ന് അല്ലേ? ആ നിനക്കെ ദൈവം ചില തിരിച്ചടികളൊക്കെ തരും. നിന്റെ ഭാഗത്തൊരു തെറ്റുണ്ടെങ്കിൽ നീ ശിക്ഷിക്കപ്പെട്ടിരിക്കും, അതുറപ്പാ. എന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. വെറുതെ എന്റെ തെറ്റുകാരിയും കുറ്റക്കാരിയും ഒന്നും ആക്കാൻ നിൽക്കരുത്. ഞാൻ നിന്നെ തെറ്റുകാരിയും കുറ്റക്കാരിയും ഒന്നും ആക്കുന്നില്ല. പക്ഷേ നീ ഇത്രയ്ക്ക് പരിഭ്രമിക്കുന്ന എന്തിനാ? മതി. ഞാൻ വെറും മണ്ടനും പോഴനുമായ ഭർത്താവ് എന്നായിരുന്നു നിന്റെ ധാരണ. ആ ധാരണ കുറച്ചൊക്കെ നിനക്ക് മാറി തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. നമ്മളെ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ കരുതും പോലെ നമ്മൾ മാത്രമാണ് ബുദ്ധിയുള്ളവർ, ചുറ്റുമുള്ളവരെല്ലാവരും മണ്ടന്മാരാണെന്ന്. എന്നാ അങ്ങനെയല്ല. ചുറ്റിനുള്ളവരും നല്ല ബുദ്ധിയുള്ളവരാ. അവർ ചിലപ്പോ നമ്മളൊന്ന് ജയിക്കാൻ വേണ്ടി മണ്ടന്മാരായിട്ട് അഭിനയിക്കുന്നതാവും. അത് നമ്മുടെ സാമർഥ്യം കഴിവുമാണെന്ന് കരുതരുത്. നീ ജയിക്കാൻ വേണ്ടി പലയിടത്തും ഞാൻ തോറ്റു തന്നു. നിന്റെ തല കുനിയാതിരിക്കാൻ പലയിടത്തും ഞാൻ എന്റെ തല കുനിച്ചു. അവിടെയൊക്കെ രവി മണ്ടനും പോഴനും മന്ദബുദ്ധിയും കിഴങ്ങനും ഒക്കെയായി. പക്ഷേ എന്റെ ഏറ്റവും വലിയ ദുഃഖം എന്താണെന്ന് നിനക്കറിയോ? ഒരിക്കൽ പോലും എന്റെ ഭാര്യ എന്നെ ഒന്നും മനസ്സിലാക്കിയില്ല. ഞാൻ തോൽക്കുന്നത് അവൾക്ക് ജയിക്കാൻ വേണ്ടിയാണെന്ന്. അവള് കരുതി അവളുടെ സാമർഥ്യത്തിന് മുന്നില് പോഴൻ ഭർത്താവ് തോറ്റു പോണതാണെന്ന്. പക്ഷേ ഇനി ഞാൻ അങ്ങനെ നിന്നെ ജയിപ്പിക്കാനായി തോറ്റു തരാൻ തയ്യാറല്ല. തോൽക്കാനാണ് നിന്റെ വിധിയെങ്കിൽ നീ തോൽക്കണം, തോറ്റിരിക്കണം. നിങ്ങൾ എന്തിനാ എന്നോട് ഇത്ര വൈരാഗ്യം വെക്കുന്നത്? വൈരാഗ്യം? അത് പറയണോ ഞാൻ? 1-2 ദിവസം കൂടി കഴിഞ്ഞോട്ടെ, ഞാൻ തന്നെ പറയാം. അയ്യപ്പൻകുട്ടി സാറ് പറഞ്ഞൊരു ദിവസമുണ്ട്, 3 ദിവസം. അതിനകത്ത് ഞാൻ എല്ലാം പറയാം. അതിനകത്ത് തീരുമാനിക്കപ്പെടും നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നും എങ്ങോട്ട് പോകുമെന്നും. മനസ്സിലായോ?